ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ റീത്തിങ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എന്റെ മുടി വെട്ടാൻ പോണു ഗൈസ്. എന്റെ ഈ നീളമുള്ള മുടി ഞാനിപ്പോ 1.5 കൊല്ലമായി വളർത്താണ്. കല്യാണത്തിന് ലോങ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളർത്തിയതാണ്. പക്ഷെ കല്യാണം കഴിയുമ്പോൾ വെട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെട്ടാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഭയങ്കര ഷോർട്ടാക്കാനാണ് ഇപ്പൊ തീരുമാനം. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ബോബ് കട്ട് ചെയ്യാൻ പോണാണ്. ഇല്ല, നിന്റെ അഭിപ്രായം എന്താണ് ബോബ് കട്ട് ചെയ്യാനെ കുറിച്ച്? നല്ല അഭിപ്രായം. ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇൻട്രസ്റ്റ് ഇല്ല. ചാറ്റ്ജിപിറ്റിന്റെ അകത്ത് കാണിക്കുമ്പോ എന്റെ കൊള്ളൂലെന്നാണ് കാണിക്കണെങ്കിലോ? അയ്യോ, അപ്പൊ എന്തായാലും എനിക്ക് വിട്ടറോ ബോബ് കട്ട് ചെയ്യണം. ഞാൻ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ തന്നെ ഇൻസ്പോ പിക്ചേഴ്സ് 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. അയച്ചു കൊടുത്ത് നോക്കട്ടെ ഞാനിങ്ങനെ ഇരിക്കുന്നു. വേണ്ട, ഇത് കൊള്ളില്ലെങ്കിൽ വെട്ടണം. ഇത് കൊള്ളില്ലെങ്കിൽ വെട്ടില്ല. ഇതെന്തോ ലാസ്റ്റ് വീക്കാ, 1 വീക്കാ, ഒരാഴ്ച എടുക്കൂ റിസൾട്ട്. ലാസ്റ്റ് ട്വീക്ക് കൊള്ളാട്ടെ, നൈസ് ആയിട്ടുണ്ട്. ഇങ്ങനെ വന്നോ ഓക്കെ, ഇങ്ങനെ വന്നോ ഓക്കെ ഇരിക്കുമല്ലേ? എന്തായാലും നമുക്ക് പോയി നോക്കാല്ലേ. തീരുമാനിച്ചിട്ട് വെട്ടിയിട്ട് തന്നെ കാര്യം. എനിക്ക് നല്ല പേടിയുണ്ട്. 10 minutes വെയിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. സൺകിസ്ഡ് മില്ലി ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ റീത്തിങ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. പേര് നമ്പർ കൊടുത്ത് ഇനി വെട്ടിയേ പറ്റുള്ളൂ. ഇത് മില്ലി ഗിഫ്റ്റ് എന്നാണ് ഗൈസ് വെഡിങ്ങിന്. ഇത് ഏതോ കടയിൽ നിന്ന് മേടിച്ചത്. വല്ലുമ്മ ലിപ്സ്റ്റിക്കായി വിളിച്ചോ? കരഞ്ഞോണ്ടാ പോകുന്നത്. നമ്മുടെ ഫോട്ടോ Thank you so much. വെട്ടിക്കഴിഞ്ഞു. നമുക്ക് നന്ദുവിന്റെ റിയാക്ഷൻ എടുക്കാം. നന്ദോടെ ഉണ്ടാവരുത്. ചെടിയുടെ പുറകെ പോയിട്ട് കൊള്ളാമോ? കൊള്ളാമോ? ഞാൻ ആക്ച്വലി ഫോട്ടോയിൽ കാണിച്ചത് ഇതിലും ഷോർട്ടായിരുന്നു. പക്ഷേ ചേട്ടന് തോന്നണേ ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. പുള്ളി തന്നെ ഫുള്ള് ചെയ്തത്. ഇനി ഞാൻ കുളിക്കുകയില്ല തല. നീ 1 മാസം കേട്ടാ കുളിക്കുള്ളൂ. ഇനി നമുക്ക് വീട്ടിൽ പോയി വീട്ടുകാരുടെ റിയാക്ഷൻ എടുത്ത് തെറി കേൾക്കാം. പക്ഷെ ഒരു റിയാലിറ്റി ചെക്ക് ഉണ്ട്. മുടി കെട്ടി വെക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നതാണ്. എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു?
ശരി, ഇത്ര നേരം മുടി വെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പഴാണ് എന്റെ ചിക്കായത്. അപ്പൊ ഞാൻ അതിന്റെ ഭാര്യ എനിക്കതാണോ സ്റ്റേഡിയത്തിന്റെ അടുത്തല്ലേ? ആ എന്നാ ചായ കുടിക്കാം സ്റ്റേഡിയത്തിൽ. ഞാൻ എന്റെ മുടി ഒന്ന് ഫ്ലോണ്ട് ചെയ്യട്ടെ കുറച്ച്. ആ അതായത് ഞാൻ പറഞ്ഞ ലെങ്ത് ഇത്ര ഉണ്ടായുള്ളൂ, ഷോൾഡർ വരെ. പക്ഷെ പുള്ളിക്ക് എന്റെ ഫേസ് കണ്ടപ്പോ തോന്നി ഇത്ര ലെങ്ത് വേണ്ടി വരുമെന്ന്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തു. ഈ എന്റെ ഈ വ്ലോഗ് കാണുന്ന എത്ര പേര് ഇപ്പൊ സജിത പോയിട്ട് മുടി വെട്ടും? ആരും പറ്റൂല. നമുക്ക് നന്ദുന്റെ അമ്മേനെ സീനാമേനെ വിളിച്ചിട്ട് റിയാക്ഷൻ നോക്കണ്ട. സീന മനോജ്. ഹായ് ഹായ് അച്ഛാ, ഞങ്ങള് ആലുവെത്തി. അല്ല 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 അല്ല, ഒരു സാധനം കാണിക്കാൻ വിളിച്ചതാണ്. ഞാൻ മുടി വെട്ടി. അയ്യോ വിഷമം തോന്നുന്നു, സാഡായി തോന്നട്ടാ. സാഡായാ വെട്ടണതുണ്ടായില്ലെന്ന് അച്ഛൻ. എന്റെ അച്ഛന് ഞാൻ സത്യം പറയല്ല, എന്റെ അച്ഛന് മനസ്സിലാവില്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന്. എന്റെ അച്ഛന് മനസ്സിലാവില്ല. അമ്മ കാണുമ്പോ അമ്മ പറയും. അപ്പൊ ശംഭു പറയും ആ കൊള്ളാം. അതാണ് ശംഭു പറയാൻ പോണെ. ശംഭുവിന്റെ കൂട്ടുകാരും എല്ലാരും ഗോപി അമ്മമാരൊക്കെ പറയും അയ്യേ കൊള്ളാം. ഇതാണ് എക്സ്പെക്ടഡ് റിയാക്ഷൻ. ഞാൻ നന്ദു ഇതേപോലെ മന്നിച്ചിരിക്കും തന്നെ ഓർത്ത്, അതേപോലെ തന്നെ മന്നിച്ചിരുന്നു ആസ് എക്സ്പെക്ടഡ് അല്ലേ. നമ്മളിപ്പോ ആലുവയിലേക്കാ പോണത്, എന്റെ വീട്ടിലോട്ടാണ് പോണത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മള് കുസാറ്റിലെ ചെറിയ ചായക്കടയിൽ നിർത്തിയേക്കാണ്. ചായ കുടിക്കാൻ നമുക്ക് എനർജി കിട്ടില്ലല്ലോ. പക്ഷെ എന്റെ ഹെയർ നമ്മളിതെല്ലാം ഇങ്ങനെ ഭയങ്കര നോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ മനസ്സിലായില്ല. സെയിം റിയാക്ഷൻ അമ്മയുടെ. നല്ല മുടിയില്ലായിരുന്നു. എനിക്ക് കുഴപ്പമില്ല. എടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സീനൊന്നുമില്ല. ഒന്നിനും കൊള്ളാത്ത സാധനമായിട്ട് പിന്നെ ക്ഷമിക്കണം. നല്ല മുടിയായിരുന്നു, എന്തെല്ലാം മുടിയായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ആരെ പറഞ്ഞ ഭംഗിയുണ്ട്? ഞാൻ പറഞ്ഞ ഭംഗിയുണ്ട്. ഇല്ലേ ഇല്ലേ, സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. നന്ദു ഇഷ്ടപ്പെട്ട്. അളിയനെ അവസ്ഥയും കൊണ്ട് പറഞ്ഞതാ, അല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞതല്ല. എനിക്ക് ഇഷ്ടമായില്ല, സത്യമല്ല. നല്ല പഴയ മുടിയിലായിരുന്നു. പഴയ മുടിയായിരുന്നല്ലേ അത്ര ആന്റിയല്ലേ? എന്താ അളിയ അളിന് ഇഷ്ടപ്പെട്ടാ? ഓണസ്റ്റ് റിയാക്ഷൻ പറേ. അവളൊന്നും ചെയ്യില്ല. ഞാനില്ല ഇവിടെ. ഇതില് മുടി എനിക്കുണ്ട്. നിന്റെ ഹെയർ ഇതാണോ ബെറ്റർ? ഇതാണോ ബെറ്റർ? അമ്മ എന്തല്ലേ നല്ലത്? തിരിഞ്ഞു നോക്കിയാ ഷാമ്പൂന്റെ മുടിയല്ലത്. Get lost, you, both of you. Get out of my house. Get out of my house. This is my Not your house. house. അമ്മ ആരെടാ? എന്റെ വീടാ. ബാഡ് അവൻ തന്നെ കെട്ടോട്ടടിച്ചു പോണ. അതെ. നീ പോണോ? വാ വാ വാ. Surprise ഇട്ട്. ഞാൻ മുടി വെട്ടി. ഞാൻ മേക്കപ്പ് തോന്നിയാലേ ഞാൻ bob cut ചെയ്തു. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ശാമ്പു മറ്റേ ക്ലാസിക്കൽ കല്ല് പൊട്ടിപ്പോണ കള്ളോട് വരുവാണ്. കരണ്ട് വരെ പോയാ. അയ്യോ അത് ഒരാൾ കൂടി ഉണ്ടായിരുന്നു ചോദിക്കാൻ. മൂങ്ങശോകൻ നമുക്ക് ഇവിടെ ഓടിച്ചേട്ടൊന്നും വരുമോ?
സീക്രട്ട് ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അണ്ണ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നത്തെ രണ്ടാമത്തെ സർപ്രൈസ്. ആദ്യത്തെ എന്റെ മുടിയുണ്ടോ? അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണേട്. ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ നമുക്ക് വ്ളോഗ്. പിപി വരൂ. നമ്മുടെ കണ്ണൻചേട്ടൻ പിപിയുടെ വീട്ടില് നമ്മുടെ കല്യാണത്തിന്റെ വിരുന്നാണ്. ഓൾസോ കണ്ണൻചേട്ടൻ നമ്മളെ പുതിയ കാർ എടുത്തു. അപ്പൊ അതിന്റെ കൂടെ ട്രീറ്റ് ആണ്. അപ്പൊ ചെറിയൊരു വലിയൊരു കാർ എടുത്തിട്ടുണ്ട്. അതെ, പിന്നെ അണ്ണന്റെ ബർത്ത്ഡേ. അപ്പൊ എല്ലാവരും ചെറിയൊരു ഫുഡ് കഴിക്കുന്ന ഫംഗ്ഷൻ കാര്യങ്ങളാണ്. ഫുഡിനെ കിട്ടുമ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത് തരും. ഞങ്ങളിപ്പോ കുറച്ച് കുടുംബ വിഷയങ്ങൾ സംസാരിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലോഗ് ഇവിടെ നമ്മൾ എൻഡ് ചെയ്ത് ബൈ ബൈ. ലവ് യു ആൾ. ബൈ.